ഹലോ ഗൈസ്, പണ്ട് കാലങ്ങളിൽ നമ്മളെ വീട്ടിലെ പറമ്പിൽ മുഴുവൻ കശുമാങ്ങ തോട്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പറങ്കിയാങ്ങാന്നാ പറയല്. പണ്ട് നമ്മളെല്ലാവരും കസിൻസ് എല്ലാവരും വീട്ടിലേക്ക് വരുന്ന സമയത്ത് വലിയ പറങ്കിയാങ്ങൻ്റെ മുകളിൽ കയറിയിട്ട് ഇതുപോലെ പറങ്കിയാങ്ങ അരച്ചിട്ട് കഴിക്കുമായിരുന്നു. അപ്പോൾ 90s പിള്ളേർക്കൊക്കെ ഇത് ഒരു അനുഭവം തന്നെയായിരിക്കും. പറങ്കിയാങ്ങ പറിക്കലും മാങ്ങ തിന്നലും മാവിൻ്റെ മുകളിൽ കയറിയിട്ട് മാങ്ങ പറിക്കലെല്ലാം വലിയൊരു അനുഭവമായിരിക്കും. പക്ഷേ അതെല്ലാം ഇപ്പോൾ മാറിയിട്ട് പറങ്കിയാങ്ങൻ്റെ തോട്ടമെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ ഫുള്ള് റബ്ബർ തോട്ടമാണ് റബ്ബറാണ് ഇപ്പോൾ ഫുള്ളുള്ളത്. അതുകൊണ്ട് പറങ്കിയാങ്ങൊന്നും കിട്ടാനുള്ള വഴിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു സ്ഥലം വരെ വീട്ടിലേക്ക് പോയിട്ട് വരുന്ന സമയത്ത് അവിടെ ഫുള്ള് പറങ്കിയാങ്ങയായിരുന്നു. അങ്ങനെ ഞാനും ഏട്ടനും വേഗം പറങ്കിയാങ്ങയൊക്കെ പറിച്ചിട്ട് ഇതുപോലെ കടിച്ച് തിന്നുകയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടതിൻ്റെ ആർത്തിയാണ് നമുക്ക് രണ്ടാക്കും. അപ്പോൾ ഇതൊക്കെ ഒരു അനുഭവമാണല്ലോ. അങ്ങനെ ഓൻ അതിൻ്റെ കൊരട്ട എടുത്തിട്ട് അങ്ങോട്ട് ചാടി. ഞാനൊരു പറങ്കിയാങ്ങ തിന്നു, ഓനൊരു പറങ്കിയാങ്ങ തിന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം കഴിച്ചതാണല്ലോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ട് നമ്മളെ വേറെ വീട്ടിൽ നിന്ന് നല്ല മാങ്ങയെല്ലാം പറിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിനി. അങ്ങനെ നമ്മൾ മാങ്ങയെല്ലാം തിന്ന് മാങ്ങയെല്ലാം തിന്നു കേട്ടോ. അത് അസലായിരുന്നു. അപ്പോൾ ഈ ചൂട്ടൻ അത് കണ്ടിട്ട് വേണ്ട എന്നെല്ലാം പറയുന്നത്. ഒരു മാങ്ങയൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങയെല്ലാം. അപ്പോൾ മാങ്ങയെല്ലാം പറിച്ചിട്ട് നമ്മൾ ഇങ്ങനെ തിന്നു. അപ്പോൾ ടേസ്റ്റ് നോക്കാൻ ഓരോന്ന് നക്കി. അപ്പോൾ അവന് വലിയ അത് ഇഷ്ടമായിട്ടൊന്നുമില്ല. അപ്പോൾ 2 മാങ്ങയാണ് ഞാൻ എടുത്തത്. അപ്പോൾ 2 മാങ്ങ അങ്ങനെ തിന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ചുട്ടൻ്റെ ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ഇട്ടിട്ട് ചുമയൊക്കെ തിന്ന് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ബൈ.